SITയുടെ മുന്നിൽ പൂച്ചുവിലക്കെടുക്കാനുള്ള ശ്രമമുണ്ട്, സർക്കാർ ഇടപെടാനുള്ള ശ്രമമുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും വലിയ ഇപ്പം ഈ തന്ത്രിയിലേക്ക് തന്നെ ഇതെത്തേണ്ട മൊഴി വന്നത് എവിടുന്നാന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആളെന്നാണ്. ആ പ്രസിഡന്റിനെ ഇപ്പോഴും സ്വന്തം പാർട്ടിയിൽ വെച്ചിട്ടാണ് CPM ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം വല്ല അപജയം പറയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, ഈ നാട്ടിൽ ഏതെങ്കിലും കൈക്കൂലി വാങ്ങുന്നവരെ ഉണ്ടോ എന്ന് ഈ കാലത്ത് കേൾക്കാനുണ്ടോ എന്ന് നിങ്ങൾ കേട്ടുള്ളൂ. ഞാൻ ശബരിമലയിൽ വെച്ച് പറഞ്ഞായിരുന്നു അതിന് മറുപടി. അയ്യപ്പൻ്റെ സ്വർണം കെട്ട രണ്ടുപേരെ രണ്ട് കക്ഷത്തിലും വെച്ചിട്ടാണ് മുഖ്യമന്ത്രി അഴിമതിക്കെതിരായിട്ട് പ്രസംഗിക്കുന്നത്. ഇതാരുടെ ചാരിത്ര പ്രസംഗം എന്നാണ് നമ്മൾ പറയേണ്ടത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതല്ലേ ഈ അടൂർ പ്രകാശ് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനോട് ആരും ചോദിച്ചിട്ടില്ല. അതെല്ലാം അടൂർ പ്രകാശ് എന്നോട് പറഞ്ഞു. വിശദീകരണം ചോദിച്ചിരുന്നു. ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ആരന്വേഷിച്ചാലും സത്യമായ കാര്യങ്ങൾ പുറത്തു വരണം. ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് അല്പസ്വല്പം വിശ്വസിക്കുന്നത് തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്, അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു, കേസ് തന്നെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമായിരിക്കണം എല്ലാത്തിലും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിഷ്കർഷം.